ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ക്രിസ്മസ്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകൾ നേരുന്നു. നല്ലൊരു പുതുവർഷം നേരുന്നു. ഇന്നത്തെ ബ്ലോഗിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ക്രിസ്മസ് ദിവസമാണ് എടുക്കുന്നത്. തലവസ്ഥ കരവുകളും എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയ പുൽക്കൂടും ഇതൊക്കെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്രിസ്മസിൻ്റെ കരോളിലേക്ക് പങ്കെടുക്കാൻ പോവാം. എന്തൊക്കെയാണ് ഓരോ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന പുൽക്കൂടൊക്കെ നമുക്ക് വിലയിരുത്താം, നോക്കാം. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ അയോധ്യ ലിയ. ബിജു കൂടി ഇരുന്ന് പുൽക്കൂട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബിജു ഇവിടെ ഇതാണ് സിനിമയിൽ ഡയറക്ടറൊക്കെ ഉണ്ട്. ഒരുപാട് സിനിമയിൽ എഡിറ്ററായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ പുൽക്കൂടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് നമ്മുടെ വെള്ളിച്ചേട്ടൻ്റെ വീടാണ്. ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന വിദ്യാർത്ഥം എടുത്തിയത്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വാഴട്ടുമ്പിലെ കരോളെന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് അയൽവക്കാരെല്ലാവരും കൂടി വീട് വഴിക്കുന്ന കീഴി ഇറങ്ങി അത് പാടി ഇനിയുണ്ട് കണ്ടുകൊണ്ടിരിക്കുക എല്ലാവരും. ഓക്കെ, ബെൽഗാമി ഇതൊന്നും വരില്ല. ഇതെല്ലാം ഒന്നും റെക്കോർഡിംഗ് ഇല്ല. ഇതാണ് നമ്മുടെ വീട്ടുകാരനാണ് പുള്ളി ഉണ്ടാക്കിയ നല്ല അടിപൊളി പുൽക്കൂട് കാണാം. പഴയ സുഹൃത്തുക്കളുടെ കല്യാണം. ഇനി 3-4 വീടും കൂടെ ഉണ്ട്. നമ്മൾ റോക്ക് പാട്ടൊക്കെ ഇട്ടാണ് കൊണ്ടുപ്പാക്കി. നമ്മൾ പാട്ടൊക്കെ പാടുന്നുണ്ട്. ലൈവാണല്ലേ എന്നാ പറയണ്ടത്. ആളിലെ ലീഡറാണ്. ക്രിസ്മസിന് വരാത്ത ലീഡറാണ്. ആയിട്ടുള്ള നമ്മുടെ നൈബറാണ്, വീട്ടുകാരനാണ്. കൃത്യം വരെ കളിച്ചു നടക്കുന്നത്. ഒരു അനിയനുണ്ട്, അശ്വിൻ എന്ന് പറയും. അശ്വിനെ നമ്മൾ ഇവിടുന്ന് ഒമാനിൽ കണ്ടുപിട്ടിട്ടുണ്ട്. നല്ലൊരു
ഉണ്ണീഷയും കൊണ്ട് നമ്മുടെ പ്രധാന ലീഡർ ശങ്കൂസ് വന്നിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം ശങ്കൂസ് നമ്മുടെ ചേട്ടൻ. നല്ല കേക്കാണ്. എങ്ങനെയുണ്ട്? നല്ലതാണോ? നല്ല കേക്കാണ്. പ്രധാന സ്റ്റാറുകളാണ് വായിട്ടുണ്ട്. നമ്മുടെ വായട്ടൻ്റെ ആസ്ഥാന കവിയാണ്. നല്ല പഞ്ചസാര. ഇതാണ് ജോബിയ. നീ എന്നോടെ ടോമിച്ചൻ്റെ വീട്ടിലെ നല്ല അടിപൊളി പിടിക്കും. കാലത്തെ ക്രിസ്മസ് ആണ് ഇപ്പോഴത്തെ ക്രിസ്മസ് ആണ്. ഏതാ നല്ലത്? ഇപ്പോഴത്തെ ആണോ പഴയതാണോ? ഏതാ തോന്നുന്നത് അമ്മച്ചിക്ക് ക്രിസ്മസ്? ഞാൻ രണ്ടിനെ തുലനം ചെയ്ത് നോക്കിയപ്പം ഇപ്പം പരിഷ്കൃത രീതിയിലുള്ള ഏർപ്പാട്, പഴയകാലത്ത് സ്വദേശ ജന്മസിദ്ധമായ ഒരു കരോളൊക്കെ പഴയ കാലത്തെ പോലെ തന്നെയായിരുന്നു. ഇതേപോലെ ഒരുപാട് പിള്ളേരും കാര്യങ്ങളും എല്ലാവരും വീട് വഴി കയറി ഇറങ്ങി എല്ലാവരും ഇതിനെക്കാട്ടിലും സ്ട്രോങ് ആയിട്ട് ഇതിനേക്കാൾ സ്ട്രോങ് ആയിട്ടായിരുന്നു അല്ലേ? എനിക്ക് പറയണമെന്ന് പറഞ്ഞാൽ നല്ല പിള്ളേരുടെ ഓരോ ഭാവനകളല്ലേ, അത് ഓരോ വർഷം കഴിയുന്നതനുസരിച്ച് ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വരുന്നത്. ചെറിയ രീതിക്കൊക്കെ ചെയ്യാന്നുള്ളതൊക്കെയായിരുന്നു. ഇന്നാണെന്നല്ല, പിള്ളേർ അന്നത്തെ കാലത്തേക്കാളൊക്കെ ഇന്നത്തെ ജനറേഷൻ ഒരുപാട് മാറ്റം വന്നു. പിന്നെ അവരുടെ ഭാവന എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പിന്നെ വിചാരിക്കാൻ പറ്റാത്ത ആ രീതിയിലുള്ളൊരു ഭാവന ഇതാണ് പിള്ളേരുടെ. ക്യാമറമാൻ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും കൂടെ ഒരു ഒച്ചത്തിലോ